പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനം എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ദൈവവചനമാണ്. ആത്മീയ ജീവിതത്തിന്റെ നങ്കൂരമാണ് ദൈവവചനം. വചനത്തിലൂടെയാണ് ആത്മീയ ജീവൻ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനും വെളിപ്പെടുവാനും ദൈവം ഇടയാക്കിയത്. സങ്കീർത്തന പുസ്തകം 103 വചനഭാഗം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്ത് ചെയ്യണം? നമ്മള് ദൈവത്തെ വാഴ്ത്തണം. അത് കഴിഞ്ഞിട്ടോ അവൻ തന്ന ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മൾ നന്ദിയുള്ളവരാകണം പ്രിയമുള്ളവരെ. നമ്മളെ നടത്തിയവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളോട് സുവിശേഷം പറഞ്ഞു തന്നവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ വഴികളെ നമ്മൾ തിരിച്ചറിയുവാൻ ഇടയാകണം. നമ്മുടെ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ തള്ളിപ്പറഞ്ഞോ അവരെ ഒന്ന് വിളിക്കാനോ ദൈവത്തോടൊന്ന് നന്ദി പറയുവാനോ ഒന്നും കഴിയാത്ത വണ്ണം ആകരുത് നമ്മൾ. നമ്മുടെ പ്രശ്നങ്ങൾ ഇപ്പൊ തീർന്നുവെന്ന് കരുതരുത്. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം കടന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കടൽ തീരത്തൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് തിരകളെയല്ലേ. ഒരു തിര ഇങ്ങോട്ട് വരുമ്പോൾ അതിന് പിന്നിൽ അടുത്ത തിര ഒന്ന് തീരും മുമ്പേ അടുത്തത് എന്നപോലെ വരുമ്പോൾ ഇപ്പോൾ തീർന്നുവെന്ന് നമ്മൾ തോന്നുമ്പോൾ അത് തീരാറില്ല. ഇതുപോലെയാ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. യഹോവയെ നന്ദി പറഞ്ഞ് ആരാധിക്കണം പ്രിയമുള്ളവരെ. അവൻ തന്ന ഉപകാരങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറന്നു പോകരുത്. അവൻ നടത്തുന്ന വിധങ്ങളുണ്ട്, അവൻ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്, അവൻ അനുഗ്രഹിക്കുന്ന അവന്റെ വലിയ അനുഗ്രഹ പ്രവൃത്തികളെ നമ്മൾ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്ന നിരവധിയായ കാര്യങ്ങളില്ലേ? അതിലെത്ര എണ്ണം നമ്മൾ ഓർക്കുന്നുണ്ട്? എത്ര എണ്ണത്തിന് നമ്മൾ നന്ദി പറയുന്നുണ്ട്? യേശുവിന്റെ അടുക്കൽ 10 കുഷ്ഠരോഗികൾ വന്നു. 10 പേര് സൗഖ്യപ്പെട്ട മടങ്ങിപ്പോയത്. ഒരാൾ മാത്രം തിരിച്ചു വന്നു, ഒരു ജാതീയനായ മനുഷ്യൻ. അവൻ നന്ദി പറഞ്ഞു, അവൻ കർത്താവിനെ ഉയർത്തി, അവന്റെ ജീവിതം കർത്താവിനായി ഏൽപ്പിച്ചു. നമ്മളും ഇതുപോലെ നന്ദിയില്ലാത്തവരായി തീരരുത്. നമുക്ക് ഏതൊക്കെ വിധത്തിലാ ദൈവം തന്നത്? ദൈവം എന്തെല്ലാം നമുക്ക് തന്നു നമ്മളെ നടത്തി പ്രിയമുള്ളവരെ. നടത്തിയ വിധങ്ങളെ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. പാട്ടുകാർ പാടുന്നത് ഇങ്ങനെയല്ലേ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തെ വാഴ്ത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനും അവന്റെ കൂടെ ജീവിക്കുവാനുമുള്ള വിളി. എനിക്കിതുവരെയും ദൈവം ഒന്നും തന്നില്ല എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല, ഇതുവരെ നിങ്ങൾ ദൈവത്തിന്റെ കൂടെ ആയിട്ടില്ല എന്നാണ് അർത്ഥം. യേശുവിനെ രക്ഷിതാവായിട്ട് ഹൃദയം തുറന്ന് വിളിച്ച ഭക്തിയുമായുണ്ടല്ലോ, അവൻ തിരിച്ചു പോയത് കാഴ്ചയുള്ളവനായിട്ടാണ്. 18 വർഷമോ 12 വർഷമോ 38 വർഷമൊക്കെ രോഗിയായി കിടന്നവർ അനുഗ്രഹം പ്രാപിച്ചാ കടന്നുപോയത്. മനസ്സുണ്ടോ? എന്നെ വിടുവിക്കാൻ മനസ്സുണ്ടോ എന്ന് നമ്മുടെ ഹൃദയത്തിൽ മനസ്സ് വേണം.
എങ്കിലോ നമ്മുടെ കർത്താവ് നമ്മളെ വിടുവിക്കുള്ളൂ. ബൈബിൾ വചനം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. തന്നതൊന്നും മറക്കരുത്, ചെയ്തതൊന്നും മറക്കരുത്, ദൈവം പ്രവർത്തിക്കുന്നൊന്നും മറക്കരുത്. ആയുസ് തന്നില്ലേ, അവന് വേണ്ടി ജീവിച്ചോണം. അവൻ ആയുസ് കൂട്ടി തന്നില്ലേ, അവന് വേണ്ടി ജീവിതത്തെ മാറ്റിക്കോണം. മറ്റു പ്രവർത്തനങ്ങൾക്ക് പോകരുത്, കർത്താവിന് വേണ്ടി ജീവിച്ചോണം. ഈ വചന സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ അപ്പച്ച, ഞങ്ങൾ മനസ്സു തുറന്ന് നന്ദിയോടെ നിന്നെ കരയേറ്റുവാൻ, നന്ദി പറയുവാൻ, ആരാധിക്കുവാൻ ഈ പ്രഭാതം ഞങ്ങൾക്കായി നീ ഒരുക്കിയെങ്കിൽ ഈ പ്രഭാതം മുതലുള്ള സമയങ്ങളിൽ നിന്നോട് കൂടെയായി ഞങ്ങളെ ബലപ്പെടുത്തണം. അനുഗ്രഹിക്കുന്ന കരം വയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.